ക്ലാസ് 3 പരിസര പഠനം ഹരിതഭൂമി ചാപ്റ്റർ ഫസ്റ്റ് ഹരിതഭൂമി. തൊട്ടുവാ പൈങ്കിളിയെ തെയ്യക്കം 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 താര മാമരം തൊട്ടുവാ പൈങ്കിളിയെ കിളിതൊട്ട മരമേത് മരമതിൻ പേരെന്ത് വലുതെന്നോ ചെറുതെന്നോ പറയാമോ. തെയ്യക്കം 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 താര പൂവൊന്നു തൊട്ടുവാ പൈങ്കിളിയെ കിളിതൊട്ട പൂവേത് പൂവിൻ്റെ പേരെന്ത് പൂവിതിൻ നിറമെന്ത് പറയാമോ. തെയ്യക്കം 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 താര ഇലയൊന്നു തൊട്ടുവാ പൈങ്കിളിയെ കിളിതൊട്ട ഇലയേത് ഇലയതിൻ പേരെന്ത് ഇലതന്നാകൃതി പറയാമോ. ഈ പടത്തിൽ നോക്കേ, കുട്ടികളെ കളിക്കുന്നു. പൂച്ച, തുമ്പ, റോസ, പക്ഷികൾ, തെറ്റി, ബട്ടർഫ്ലൈ, ഇതൊക്കെയാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഒരുപാട് ചെടികൾ നമ്മുടെ ഈ പരിസരത്തുണ്ട്. വൃക്ഷങ്ങളുണ്ട്, മരങ്ങളുണ്ട്, പടർന്നു പിടിക്കുന്ന ചെടികളുണ്ട്. അവയൊക്കെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. പാട്ടുപാടി കളിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടില്ലേ? ഈ കളി നമുക്ക് കളിച്ചാലോ? കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങളെ തൊടാൻ അവസരം ലഭിച്ചു? ഇതുപോലെ ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്കറിയാം? എൻ്റെ പരിസര പുസ്തകത്തിൽ എഴുതൂ. ഏതെല്ലാം ഭാഗങ്ങൾ? സൈറ ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട്? ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് എഴുതി ചേർക്കൂ. ഒരു ചെടിക്ക് ഏതൊക്കെ ഭാഗങ്ങൾ കാണും? വേര് കാണും, പിന്നെ തണ്ട് കാണും, ഇലകൾ കാണും, പൂവ് കാണും. ചെടിയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇല, തണ്ട്, വേര്, പൂവ്, കായ. സസ്യഭാഗങ്ങളുടെ മറ്റു പേരുകൾ പരിചയപ്പെടാം. തണ്ട്, കാണ്ഡം, ഇല, പത്രം, വേര്, മൂലം. ചിത്രങ്ങൾ വരച്ചിട്ട് ഓരോ ഭാഗങ്ങൾ അടയാളം ചെയ്യണം. തരം തിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? എന്തെല്ലാം വ്യത്യാസങ്ങളാണ്? എല്ലാ ചെടികളും ഒരുപോലെയാണോ? അല്ല. വലിപ്പം, പിന്നെന്തുവാ? ഇലകൾ, അവിടെ ഇലകളെന്ന് എഴുതണം. അടുത്ത എന്തോ എഴുതാം? ഫലങ്ങൾ വ്യത്യാസമല്ലേ? ഫലങ്ങൾ എഴുതാം. നിറത്തിൽ വ്യത്യാസമുണ്ട്. പിന്നെന്തുവാ? ചെറുതുണ്ട്, വലിയ ചെടികളുണ്ട്, പൊക്കമുള്ളവയുണ്ട്. അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് നോക്ക്. ചിത്രത്തിൽ ഏതെല്ലാം സസ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്? ഇവയുടെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? വലുപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? ഇവ എത്ര കാലം നിലനിൽക്കുന്നു? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പട്ടികയിൽ ടിക്ക് ചെയ്യുക. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കൂ. സസ്യം: ചീര, ചെമ്പരത്തി, മാവ്, നെല്ല്, തെങ്ങ്, തെറ്റി, തൊട്ടാവാടി, ആൽമരം. ചീര മൃദുവായതാണ്. പിന്നെന്തുവാ? ചെറുതാണ്. പിന്നെന്തോ എഴുതും? മാസങ്ങൾ കുറച്ച് മാസങ്ങളെ നിൽക്കൂ. ചെമ്പരത്തി കാഠിന്യമുള്ള, തണ്ടിന് കാഠിന്യമുണ്ട്. പിന്നോ ഇടത്തരമാണ്, വലുതുമല്ല ചെറുതുമല്ല, എന്നാൽ ഇടത്തരമാണ്. പിന്നെ വർഷങ്ങളോളം നിൽക്കും. മാവ് വളരെ കാഠിന്യമുള്ളതാണ്, വലുതാണ്, വളരെ അധികം വർഷങ്ങൾ നിൽക്കും. അടുത്ത നെല്ല് മൃദുവായത്, ചെറുത്, മാസങ്ങൾ. തെങ്ങ് വളരെ കാഠിന്യമുള്ളതാണ് അതിൻ്റെ തണ്ടുകൾക്ക്, അല്ലേ? പിന്നെ വലുതാണ്, ഒരൊറ്റത്തടി ആയിട്ടാണ് അത് വളരുന്നത്. വളരെയധികം വർഷങ്ങൾ നിൽക്കും. തെറ്റിയോ? മൃദുവായത്, പിന്നെ ഇടത്തരം, മാസങ്ങൾ. തൊട്ടാവാടി മൃദുവായത്, ചെറുതാണ്, മാസങ്ങളെ അത് നിൽക്കത്തുള്ളൂ. ആൽമരം വളരെ കാഠിന്യമുള്ളതാണ്, പിന്നെ വലുതാണ്, പിന്നെ ഒരുപാട് വർഷങ്ങളോളം നിൽക്കും ആൽമരം. അടുത്തതോ? പട്ടികയിൽ നിന്നും എന്തെല്ലാം മനസ്സിലായി? സവിശേഷതകൾക്കനുസരിച്ച് സസ്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നതിനെ പറ്റി ചീരയും മാവും ചെമ്പരത്തിയും പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കൂ. എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഓഷധികൾ എന്നാണ് വിളിക്കുക. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. എന്തൊക്കെയാണ് ഓഷധികളുടെ പ്രത്യേകതകൾ? തണ്ട് മൃദുവാണ്, വലിപ്പം കുറവ്, ആഴത്തിൽ വേരോട്ടമില്ല. എന്തൊക്കെയാണ്? തണ്ട് മൃദുവാണ്, വലിപ്പം കുറവ്, ആഴത്തിൽ വേരോട്ടമില്ല. വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളാണ് മരങ്ങൾ. ഞങ്ങളുടെ പേരാണ്
മരങ്ങൾ. ഇംഗ്ലീഷിൽ എന്തോന്ന് പറയും? ട്രീ എന്ന് പറയും. ഞങ്ങളുടെ പ്രത്യേകതകൾ കൂടി എഴുതൂ. വളരെ കാഠിന്യമുള്ള തണ്ട്, കൂടുതൽ ആഴത്തിലുള്ള വേരുകൾ. എന്തുവാണ്? വളരെ കാഠിന്യമുള്ള തണ്ട്, കൂടുതൽ ആഴത്തിൽ ഉള്ള വേരുകൾ. അടുത്തത് നോക്കേ. തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഞങ്ങളും ചെറിയ ചെടികളാണേ. ഞങ്ങളെ കുറ്റിച്ചെടികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. കട്ടിയുള്ള തണ്ട്, ആഴത്തിലുള്ള വേരുകൾ. എന്തൊക്കെയാണ്? കട്ടിയുള്ള തണ്ട്, ആഴത്തിലുള്ള വേരുകൾ. അടുത്തത് നോക്കേ. ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആരെല്ലാമായിരിക്കും? പട്ടിക പൂർത്തിയാക്കുക. ഓഷധികളിൽ ഏതൊക്കെ പെരും? ഓഷധികൾ എന്ന് പറയുമ്പോൾ ഔഷധ സസ്യങ്ങളാണ്. ചീര, തുമ്പ, നെല്ല്, ഗോതമ്പ്, തുളസി. കുറ്റിച്ചെടികളോ? ചെമ്പരത്തി, ആടലോടകവും ഒരു ഓഷധികളിൽ വരുന്നതാണ്. റോസ, തെറ്റി. മരങ്ങൾ മാവ്, പ്ലാവ്, പിന്നെന്തോ എഴുതാം? ആൽമരം. അങ്ങനെ മരങ്ങളെക്കുറിച്ച് നമുക്ക് ഇഷ്ടം പോലെ എഴുതാം. തെങ്ങ്. അടുത്തതാണ്ടേ, ചേർത്ത് വരയ്ക്കൂ. കുറ്റിച്ചെടികൾ, ഓഷധികൾ, മരങ്ങൾ. കുറ്റിച്ചെടികളിൽ ഏതൊക്കെ വരും? റോസ, പിന്നെ ഏതാ? തെറ്റി,